ആളുകളുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അവരുടെ മുമ്പിലേക്ക് എത്തിക്കണം ഈ സൈനേജുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില നമ്മുടെ ഈ വലിയ ഹോർഡിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ അവരാ പറയുന്ന ആ ഒരു ഫീലിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചേഴ്സും അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാചകങ്ങളും അതിന്റെ ആ ഒരു കളർ പാറ്റേൺ ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരാ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു വാചകത്തിലൂടെ യാത്ര ചെയ്യാൻ കുറച്ച് നിമിഷങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ആ സൈനേജ് കാണുന്ന സമയത്ത് നമ്മൾ അതിലൂടെ ഒന്ന് ഒരു ഫ്ലോ കിട്ടും നമുക്ക്, ഇല്ലേ? ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്റ്റോറി പറയുന്നുണ്ട് ആ ഒരു സൈനേജ്, ഇമോഷണലി നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ സൈനേജ്. അപ്പൊ അത്തരത്തില് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സൈനേജ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷ്, അതിന്റെ ഒരു ഫീല്, ആ സിഗ്നേച്ചർ ഡിഷിൽ നിന്ന് ആവി പറക്കുന്ന ഒരു ഫീല് നമുക്ക് കൊടുക്കാം, ഇല്ലേ? സൈനേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, ഇല്ലേ? അല്ലെങ്കിൽ ഡിജിറ്റൽ സൈനേജ് നമുക്ക് ഉപയോഗിക്കാം, അത് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ്, അല്ലെ? അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറുടെ ഒരു ഫീല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമറുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പൊ അവർക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെ? ഇത്രയ്ക്കും ഫീൽ ഉള്ള ഒരു മെനു, ഇത്രയ്ക്കും ആംബിയൻസ് ഉള്ള ഒരു അന്തരീക്ഷത്തില് അത് കഴിക്കാൻ കഴിയും, എന്തായിരിക്കും എഫക്റ്റ്, അല്ലെ? ആ ഒരു ഫീല് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, ആ റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വർദ്ധിക്കും. ഇത് നമ്മുടെ വോക്കിങ്സ് കൂട്ടും, നമ്മുടെ ബിസിനസ് കൂട്ടും, നമ്മുടെ റവന്യൂ കൂട്ടും. ഇത് നമ്മുടെ നല്ലൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ സൈൻ ബോർഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല ബിസിനസ്സുകളിലും നമ്മൾ കാണാറുള്ളത് സൈൻ ബോർഡുകളും അതേപോലെ ചെറിയ ഡിസ്പ്ലേ ബോർഡുകൾ പിന്നെ ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് മെനു, പിന്നെ നമ്മുടെ മെനു ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് മെനു ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പ്രൈസിംഗ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട്. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കൺഫ്യൂസ്ഡ് ആവുക. നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ പിന്നെ ഓഡിയൻസ് എന്താവുകയാണ്, കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവർക്ക് ഇത് നോക്കിയാൽ ഒന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. നമ്മൾ ഒറ്റ സൈറ്റിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ സൈനേജുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സൈനേജുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് ആളുകളെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു കളർ പാറ്റേണിലൂടെ ആയിരിക്കണം നമ്മൾ ആ സൈനേജുകൾ പോവേണ്ടത്. നമുക്കൊരു ബ്രാൻഡ് കളർ ഉണ്ടാവും, പക്ഷെ ആ ഒരു തീം ഡിസൈനുകളിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിന്, ലോങ് സൈറ്റുകളിലേക്കൊക്കെ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് ചില കളർ പാറ്റേണുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലോങ് ടൈമിലുള്ള വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത്തരത്തിലുള്ള സൈനേജുകളിൽ ലോങ് ടൈമിലുള്ള വിസിബിലിറ്റി കിട്ടണം. നമ്മളിപ്പോൾ നമ്മുടെ ബ്രാൻഡ് നെയിമും അതേപോലെ തന്നെ റെസ്റ്റോറന്റ് എന്നുള്ള പേരുകളൊന്നും എഴുതുന്ന സൈനിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ സൈനേജ്, ഈ പറയുന്ന സൈനേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിസ്പ്ലേ സൈനേജുകൾ, ലോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സൈനേജുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബ്രാൻഡ് നെയിമും നമ്മുടെ റെസ്റ്റോറൻറ്റ് മാത്രമുള്ള പേരുകൾ എഴുതി നമ്മൾ ഒരുപാട് ബോർഡുകൾ നമ്മുടെ ചുറ്റുപാടും വെച്ചതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ സൈനേജുകൾ വെക്കുന്നത്. നമ്മുടെ സിഗ്നേച്ചർ ഡിഷസുകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വോക്ക് ഇൻ കസ്റ്റമറെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സിഗ്നേച്ചർ ഡിഷുകൾ കണ്ടിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൈനേജുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെയിൻ കളർ പാറ്റേണുകൾ എന്ന് പറയുന്നത് യെല്ലോ തീമുകളും റെഡ് തീമുകളും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് സൈറ്റിൽ തന്നെ എന്ത് ചെയ്യും, ആളുകൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള കളർ പാറ്റേണുകളിലൂടെ അല്ല പോകുന്നതെങ്കിൽ ഇതിന് ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ലോങ് ടൈമിലുള്ള വിസിബിലിറ്റി ബാക്കിയുള്ള കളേഴ്സിന് കുറവാണ്. നമ്മൾ ബ്ലൂ ടോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൈയും അതേപോലെയുള്ള സ്കൈ ടോൺ പോലുള്ള ബ്ലൂ ടോണുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് വിസിബിലിറ്റി കുറയും. ഓക്കെ, അതേപോലെ ഗ്രീനിഷ് കളറുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ലോങ് സൈറ്റിൽ വിസിബിലിറ്റി കിട്ടുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പാറ്റേണുകൾ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് യെല്ലോ അല്ലെങ്കിൽ റെഡ് പോലുള്ള ടോണുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരത്തില് ഉള്ള ഡിസ്പ്ലേ ബോർഡുകൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേണുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ രൂപത്തിൽ തന്നെ നമുക്ക് ബ്രാൻഡ് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ബ്രാൻഡിങ് കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേ ബോർഡുകൾക്ക് ലോങ് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് യെല്ലോ പാറ്റേണുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ തന്നെ, കാരണം അത് പറയാൻ കാരണം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു റെഡ് യെല്ലോ പാറ്റേൺ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് മാക്ഡൊണാൾഡ്സ്, അല്ലേ? ഈ മാക്ഡൊണാൾഡ്സിന്റെ ഈ വിസിബിലിറ്റി എത്ര ദൂരത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇല്ലേ? എവിടെ വെച്ച് കഴിഞ്ഞാലും അവരുടെ ഒരു വിസിബിലിറ്റി നമുക്ക് കാണാം. KFC റെഡ് ടോൺ എവിടെയാണെങ്കിലും ഒരു ലോങ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് KFC ആണ്. ഇതേപോലെയാണ് നമ്മുടെ ബ്രാൻഡിലേക്കും നമ്മൾ ഡിസ്പ്ലേ ബോർഡുകളുടെ അഥവാ നമ്മുടെ സൈനേജുകളുടെ വിസിബിലിറ്റി നമ്മൾ റെഡിലും യെല്ലോയിലേക്കും പാറ്റേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ വിസിബിലിറ്റി നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോർഡുകൾ അല്ലെങ്കിൽ സൈനേജുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും എന്താ ചെയ്യുക, രാത്രി പോകുമ്പോൾ അടച്ചിട്ട് പോകും, ഇല്ലേ?
ക്ലോസ് ചെയ്തിട്ട് പോകും. ഫുള്ളി സൈനേജുകളൊക്കെ ഓഫ് ആയിരിക്കും, ലൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ 24/7 നിങ്ങളുടെ ബോർഡുകൾക്ക് വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 24/7 നമ്മളുടെ സൈനേജുകൾക്ക് വിസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ വിസിബിലിറ്റി കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, നൈറ്റിലും ലൈറ്റിന്റെ എഫക്ട് നമ്മൾ അതിലേക്ക് കൊടുക്കണം, ലൈറ്റ് കൊടുക്കണം നിങ്ങൾ. കാരണം രാത്രി കാണുന്ന ഒരു കസ്റ്റമർ ആയിരിക്കും പകല് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ റെസ്റ്റോറന്റ് ചൂസ് ചെയ്യുന്നത്. ഇത് സൈനേജുകളുടെ ഒരു പ്രത്യേകത. 24/7 ഈ റെസ്റ്റോറന്റുകൾ ഈ സൈനേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും, രാത്രി പോകുന്ന ആൾക്ക് നമ്മൾ അടച്ചിട്ട റെസ്റ്റോറന്റിലേക്ക് എങ്ങനെ കയറാൻ പറ്റും? യെസ്, അയാൾ ആ സമയത്ത് കയറിയിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു മെനു കണ്ടു, ഇതിലൊരു താല്പര്യപ്പെട്ടു, ഇയാൾ എന്ന് അങ്ങോട്ട് യാത്ര ചെയ്തു, നാളെ രാവിലെ ആയിരിക്കും, നാളെ ഉച്ചയ്ക്കായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അയാൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും, അല്ലെ, നാളെ ഇവിടെ കയറിയിട്ട് ഈ ഒരു മെനു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടും. ഇതേപോലെ ധാരാളം ആളുകൾ ഈ സമയത്ത് കടന്നു പോകുന്ന ധാരാളം ആളുകൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് പിന്നീട് ഒരു സമയത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സൈനേജ് നമ്മളെ സഹായിക്കും. അത് നമുക്കൊരു മാർക്കറ്റിംഗ് ടൂൾ ആണല്ലോ, അല്ലേ? കാരണം നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ ബിസിനസ് കിട്ടണമെന്ന് കരുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നാളെയോ മറ്റന്നാളോ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ കസ്റ്റമർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അങ്ങനെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് 24/7 അതിന്റെ ഇമ്പാക്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഓഡിയൻസിലേക്ക് റെഗുലർലി നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേ ബോർഡുകൾ, നമുക്ക് ഡിജിറ്റൽ ബോർഡുകൾ ധാരാളം രൂപത്തിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. റണ്ണിങ് ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ വീഡിയോസും ഫോട്ടോസും കൊടുക്കുന്ന ഡിസ്പ്ലേ ഇമേജുകൾ വരുന്ന രൂപത്തിലുള്ള ബോർഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം ബോർഡുകളിലൊക്കെ നമ്മുടെ മെനുകളെ, നമ്മുടെ സിഗ്നേച്ചർ ഡിഷുകളെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമറുമായിട്ട്. കാരണം ഈ കസ്റ്റമർക്ക് നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള സിഗ്നേച്ചർ ഡിഷിനെ കുറിച്ച് ഒന്നും അറിയില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെനു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെനു എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രൂപത്തിൽ നല്ല ആംബിയൻസിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അറിയണമെങ്കിൽ ഇദ്ദേഹം ഇതിന്റെ ഉള്ളിൽ കയറണ്ടേ, നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ എത്തണ്ടേ. അല്ലാതെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് നമുക്ക് ഇത് അറിയിക്കാൻ വേണ്ടി പറ്റുക? അവിടെയാണ് നമ്മുടെ സിഗ്നേച്ചർ ഡിഷുകൾ ഉണ്ടാക്കുന്നതും അത് സെർവ് ചെയ്യുന്നതും അത് കഴിച്ച കസ്റ്റമർക്കുള്ള ഫീലും ഒക്കെ, അവരുടെ റിവ്യൂസ് ഉണ്ടെങ്കിലും അതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇത്തരത്തിലെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ റെസ്റ്റോറൻറ്റുകൾ അവരുടെ മെനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടിവിയിലൂടെ, വലിയ ടി വി വെച്ചിട്ട്, ടി വി സ്ക്രീനിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ വെച്ചിട്ടുണ്ട് പല റെസ്റ്റോറൻറ്റുകളും. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഈ ഒരു മാറ്റം അവർക്ക് ആ റെസ്റ്റോറൻറ്റുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, മനസ്സിലായില്ല? അതിന് പകരം നമുക്ക് വലിയ ഡിസ്പ്ലേ ബോർഡുകൾ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഉള്ളൂ. അത്തരത്തിലൊരു ഡിസ്പ്ലേ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഗ്രോത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക്, വലിയ റവന്യൂ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം ഇതിന് നിങ്ങൾ ജോലി ചെയ്യണം. എങ്ങനെ വേണം, റെഗുലർലി നമ്മുടെ അപ്ഡേറ്റുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് വീഡിയോകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അല്ലാതെ ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോ വീണ്ടും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ഡിസ്പ്ലേ ചിലപ്പം നമുക്ക് എന്തെങ്കിലും റിസൾട്ട് തരില്ല. നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ഉണ്ടാവണം. പുതിയ മെനുകൾ കൊണ്ടുവരിക, പുതിയ രീതിയിലെ ആംബിയൻസുകൾ നമ്മളെ കസ്റ്റമറിലേക്ക് എത്തിക്കുക, കസ്റ്റമറുടെ റിവ്യൂസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ വീഡിയോകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, കസ്റ്റമറിലേക്ക് വലിയ സ്ക്രീനിലൂടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഇത് കാണുകയും അവരെന്ത് ചെയ്യും, അത് അട്രാക്ട് ചെയ്യും. അവർ നമ്മൾ വൺ ടൈം നമ്മുടെ ബിസിനസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുകയും ചെയ്യും.